വെൽക്കം ടു കേസ ക്യൂസൈൻ. നമുക്കിന്നൊരു മുരിങ്ങയില തോരൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് മുരിങ്ങയില, തേങ്ങ, തുവരപ്പരിപ്പ്, സവാള, ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി ഇതെല്ലാം വേണ്ട കേട്ടോ. അരയ്ക്കാനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, വെളുത്തുള്ളി. അതൊരു 3-4 അല്ലി മതി കേട്ടോ. ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി കേട്ടോ എടുക്കുന്നേ. കുറച്ച് കറിവേപ്പില, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി, തോരന് എടുക്കുന്നത് പോലെ. എന്നിട്ട് ഒരു പാൻ അടുപ്പി വയ്ക്കുക, ഓയിലൊഴിക്കുക, കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് കുറച്ച് ഉഴുന്നിടുക കേട്ടോ. ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചിടുക. എന്നിട്ട് കുറച്ച് സവാള, ഞാനിവിടെ കുറച്ച് സവാളയും കുറച്ചധികം ചെറിയുള്ളി എടുത്തിരിക്കുന്നത്. അങ്ങനെ അത് നല്ല ടേസ്റ്റ് കേട്ടോ. ചെറിയുള്ളി ധാരാളം ഇട്ടാൽ. സവാള മാത്രം മതിയെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ. ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇടുക കേട്ടോ. പിന്നെ കറിവേപ്പില ഒന്ന് വഴറ്റുക. ഇനി ആ അരപ്പ് ഇടുക. എന്നിട്ട് ആ അരപ്പിൻ്റെ ഈർപ്പം മാറുന്നത് വരെ, തേങ്ങയുടെ ആ ഈർപ്പം പോവുമല്ലോ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ ഈർപ്പം പോകുന്നവരെ. കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് കുറച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പിടുക. അത് ഒരു 1/2 കുക്കായാൽ മതി കേട്ടോ. ബാക്കി കിടന്ന് വെന്തോളും. എന്നിട്ട് ഈ നാളികേരത്തിൻ്റെ കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അത് എളുപ്പമായി കിട്ടിക്കോളും. ഇനി മുരിങ്ങയില ഇടുക. അത് അറിയാമല്ലോ, മുരിങ്ങയില പെട്ടെന്നായി കിട്ടും. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറാൻ സമ്മതിക്കുക. എന്നിട്ട് ഒന്നും കൂടെ തുറന്ന് നോക്കുമ്പോൾ അതേ മുരിങ്ങയില തോരൻ തയ്യാറായിട്ടുണ്ട്. അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കുക. അങ്ങനെ ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം നമ്മുടെ മുരിങ്ങയില തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.